പട്ടിക്ക് മാറി മാറിപ്പോയതാ. സ്നേഹണ്ട ഗോപാല, എന്തോ അവിടെ എന്താണ് ശബ്ദം കേട്ടത്? പോയി നോക്കിട്ട് വാ. എന്തോ ഓലമടല ഒറ്റ വീണതായിരിക്കും. എന്താടാ ഗോപാല, നീ വണ്ടി തുറക്കാറില്ലേ? നീ ഇടി മേടിക്കും. നിനക്കൊരു എല്ല് കൂടുതലാ. യമാന്റെ ദേഷ്യം ഞാൻ തീർത്തു തരാം. സന്തോഷിപ്പിക്കാനുള്ള വക എന്റെ കയ്യിലുണ്ട്. ദാ ഗോപാലൻ പറ്റി. അതിശയം തന്നെ അതിശയം വരച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ചിപ്പ പോയി തരാം. നീ ഇതും വെച്ചോണ്ട് ആ ഗേറ്റിന്റെ അടുത്ത് പോയി നിൽക്ക്. ഞാൻ അകത്ത് പോയിട്ട് വന്നേക്കാം. അയ്യോ അത് വേണം കുട്ടപ്പ. ആ വേണം വേണം. പിന്നെ ഇൻസ്പെക്ടർ തിരിച്ചു വരുന്നുണ്ടോ നോക്കണം കേട്ടോ. പോകാം.
എഴുത്തുണ്ട്. വെള്ളിയൊന്നും കൊച്ചമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. എഴുത്ത് മറ്റിടത്ത് കൊടുത്തയച്ചതാ. ഉത്തരം ഉത്തരം പ്രിയമുള്ള വേണുവേട്ട, എന്നെ മറന്നോ? ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഇങ്ങനെയുമുണ്ടോ ഒരു ജോലി തിരക്ക്? വേണുവേട്ടനെ കുറിച്ച് മാത്രമാണ് എന്റെ ഓർമ്മ. ഒന്ന് കാണാൻ കൊതിയാകുന്നല്ലോ. ഈ കത്ത് കിട്ടിയാലെങ്കിലും വീട്ടിലോട്ടൊന്ന് വരുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കാത്തിരിക്കും. വരണേ. വന്നില്ലെങ്കിൽ ഞാൻ വേണുവേട്ടനോട് മിണ്ടില്ല. ശേഷം കാഴ്ചയിൽ വേണുവേട്ടന്റെ രമണി. എന്റെ കത്ത് കിട്ടിയോ? കള്ളം. ഒരു പെണ്ണിന്റെ കത്തിന് വേണ്ടിയല്ലേ ഇൻസ്പെക്ടർ കള്ളം പറയുന്നത്? എന്ന് പറഞ്ഞാൽ എന്ത് വില കൂടിയ സാധനമാണ്. രത്നമല്ലേ, രത്നം. ഓ, ഒരു വലിയ ഇൻസ്പെക്ടർ. അതിരിക്കട്ടെ രമണി, ആരുടെ കയ്യിലാണ് നീ കത്ത് കൊടുത്തയച്ചത്? ഞാനൊന്നും പറയുന്നില്ല. എന്നെ മുട്ടിയിരിക്കരുതെന്ന് ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങുകയായിരുന്നു. മുട്ടിയിരുന്നവരെന്താ? ആ, ഏതായാലും കത്ത് കിട്ടിയില്ലെങ്കിൽ ഞാനിവിടെ വന്നില്ലേ? ഓ, വന്നു. 3 ദിവസം കൂടിയാ ഇന്നൊന്ന് കാണുന്നത്. ഓഹോ, എന്നാൽ 3 ദിവസത്തേക്കും കൂടി ഉള്ളത് ഒരുമിച്ചിങ് തന്നേരെ. എന്റെ കയ്യിൽ തരാനൊന്നുമില്ല. തരാനൊന്നുമില്ലേ? ഓ, വേണ്ടാത്തതൊക്കെ പറയാൻ വലിയ വിരുദ്ധനാണ്. ഞാൻ പോന്നു. അങ്ങനെ ഒരു ഇൻസ്പെക്ടറുടെ മുമ്പിലൊന്നും പോകാൻ സാധ്യമല്ല. ഓഹോ, ഇൻസ്പെക്ടർ പിടിച്ചു കെട്ടുമായിരിക്കും. പിടിച്ചു കെട്ടുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. നാണമില്ലല്ലോ.